അറബി മാന്ത്രികത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇതിനു മുൻപ് പരാമർശിച്ചിട്ടുള്ള രക്തത്തിലരിയുന്ന വശ്യകർമ്മങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. രക്തത്തിലലിയിച്ച വശ്യം എന്ന് പറയുന്ന കർമ്മങ്ങൾ എങ്ങനെയാണ് കൂടുതൽ ഫലപ്രദവും പ്രയോജനകരവുമാകുന്നത്? വശ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം ഒരു കർമ്മം മാത്രമല്ല. കർമ്മമൊന്നും ഇല്ലാതെ തന്നെ നിരവധി വശ്യങ്ങളുണ്ട്. മുൻ വീഡിയോകളിലൊക്കെ അതിനെക്കുറിച്ച് ധാരാളം പരാമർശിച്ചിട്ടുണ്ട്. യാതൊരുവിധ കർമ്മങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ തന്നെ, ദൃഷ്ടിവശ്യം പോലുള്ള കാര്യങ്ങളൊന്നും കർമ്മങ്ങൾ ചെയ്തിട്ടൊന്നും അല്ല നടക്കുന്നത്. അപ്പോൾ അതെല്ലാം ആകർഷണം തന്നെയാണ്. ഒരു വ്യക്തിയെ രക്തത്തിലലിയിക്കുന്ന വശ്യകർമ്മങ്ങളിൽ മുൻ വീഡിയോകളിൽ പറഞ്ഞിരിക്കുന്ന ദൃഷ്ടിവശ്യം, മനോവശ്യം തുടങ്ങി പലവിധമായ വശ്യങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് രക്തത്തിലലിയിക്കുന്ന വശ്യകർമ്മങ്ങൾ ചെയ്യുന്നത്. ഇത് അത്രയും അതിശക്തമായ കർമ്മങ്ങളും ഇതിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതായ കാര്യങ്ങളുമുണ്ട്. എന്ന് പറഞ്ഞാൽ ദൃഷ്ടിവശ്യം പോലുള്ള കാര്യങ്ങൾ അതിൽ പാലിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ ബന്ധം സ്ഥാപിക്കുന്നതിലൂടെയാണ് രണ്ട് വ്യക്തികൾ മാനസികമായിട്ട് വളരെ അടുത്തടുത്ത് വരികയും അവരുടെ പെരുമാറ്റങ്ങൾ പിരിയാൻ പറ്റാത്ത വിധം അത്രയധികം ദൃഢമായി തീരുകയും ചെയ്യും. ഇതാണ് പലതരത്തിലുള്ള വശ്യങ്ങളിലൂടെ അതിനെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് രക്തത്തിലലിയിക്കുന്ന വശ്യ കർമ്മങ്ങളായിട്ട് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ താഴെ കൊടുത്ത നമ്പറിൽ എന്നെ വിളിക്കാവുന്നതാണ്. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.